AICC ഓഫീസിലെ വന്ദേമാതരം വിവാദത്തിൽ കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിച്ച് BJP. ചടങ്ങിനിടെ രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ BJP പുറത്തുവിട്ടു. ഇതല്ല ഞങ്ങളുടെ വന്ദേമാതരമെന്ന് രാഹുൽ പറയുന്നതാണ് നിഷികാന്ത് ദുബെ MP പങ്കുവച്ച ദൃശ്യങ്ങളിലുള്ളത്. വന്ദേമാതരത്തെ അപമാനിച്ച സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജ്യത്തോട് പരസ്യമായി മാപ്പു പറയണമെന്ന ആവശ്യവും BJP ശക്തമാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. അതിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം നിഷികാന്ത് ദുബെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. അതിൽ പ്രക്ഷുബ്ധയാണ് സോണിയാഗാന്ധിയും. മല്ലികാർജ്ജുന ഖാർഗെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. വന്ദേമാതരത്തെ അപമാനിച്ചു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. നിയമ നടപടിയിലേക്ക് BJP പോകും എന്നാണോ കരുതേണ്ടത്? ഉറപ്പായും അത് തന്നെ കരുതണം. ഇപ്പോൾ ഏറ്റവും പുതുതായി ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ പ്രതികരണമാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വന്ദേ മാതരത്തെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി തന്നെ നൽകുന്നത്. അതായത് ഈ വിഷയം ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ചയാക്കാൻ തന്നെ BJP ഉദ്ദേശിക്കുന്നു എന്ന് കരുതണം. അതിന്റെ ഭാഗമായാണ് മുതിർന്ന നേതാക്കൾ തന്നെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ രംഗത്തെത്തുന്നത്. സോണിയാഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നതാണ് അടുത്ത പരിഗണനയിൽ BJP കാണുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടിയിൽ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വന്ദേ മാതരത്തെ അവഹേളിച്ചാൽ 3 വർഷം തടവടക്കമുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത് സോണിയാഗാന്ധിക്ക് മേൽ പരാതിയായി നൽകാൻ BJP പ്രവർത്തകർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും വലിയ ഗൗരവത്തിൽ തന്നെ വിഷയമെടുക്കുന്നു. കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വന്ദേ മാതരത്തിന്റെ 2 ചരണങ്ങൾ മാത്രമാണ് പാടുക, അതാണ് കോൺഗ്രസിന്റെ നയം എന്ന് സേവാദൾ നേതാക്കളോട് രാഹുൽ ഗാന്ധി പറയുകയും അല്പം ദേഷ്യത്തോടെ ശാസിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ BJP MP നിഷികാന്ത് ദുബെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ വാക്കാൽ ചില വിശദീകരണങ്ങൾ ഹൈക്കമാൻഡിന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും സേവാദൾ നൽകിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഗായക സംഘമാണ് എത്തിയത്. അവരോട് 2 ചരണം മാത്രം പാടിയാൽ മതി എന്ന് പറയാൻ വിട്ടുപോയി എന്ന് വിശദീകരണം നൽകിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയ ആയുധമാക്കുന്നു. കോൺഗ്രസിന് സോണിയാഗാന്ധിക്കെതിരെ കേസ് വരുമോ എന്നതിൽ ആശങ്കയുമുണ്ട്. മാധു, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. സോണിയാഗാന്ധി ഇന്നലെ ഒരു കസേരയെടുത്ത് ഇങ്ങോട്ടിടാനാണ് പറഞ്ഞത് എന്നുള്ളത് ജയറാം രമേശിന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു. അത് സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 വർഷം തടവ് ശിക്ഷയാണ് വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ ബാധകമാവുക. അതുകൊണ്ട് അങ്ങനെ ഒരു മുൻകൂറായിട്ടുള്ള വിശദീകരണം നൽകുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടക്കം ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ് BJP.